വെച്ചിട്ട് ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇക്വേഷൻസും നമ്മൾ ഈ 10 മിനിറ്റ് വീഡിയോന്റെ ഉള്ളിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 7:30 മാരത്തോണിന്റെ കാര്യം ആരും മറക്കണ്ട. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വരുന്ന ഓണം എക്സാമിന് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് സെറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ ട്രയാങ്കിൾസിന്റെ ഇക്വാലിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ SSS പ്രിൻസിപ്പിൾ ആണ് അല്ലേ. 2 ട്രയാങ്കിൾസ് തന്നു, അതുപോലെ തന്നെ അതിന്റെ 3 സൈഡ്സ് നമുക്കറിയാം. 2 ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സ് നമുക്കറിയാം. ആ 3 സൈഡ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതുപോലെ ഈ 2 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ആണ് അക്കോർഡിംഗ് ടു അവർ SSS പ്രിൻസിപ്പിൾ അല്ലേ. 3 സൈഡ്സ് നമുക്കറിയാം. ആ 3 സൈഡ്സും 2 ട്രയാങ്കിളുടെ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് SSS പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് SAS പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലേ. ഈ ഒരു പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൈഡ് ആംഗിൾ സൈഡ് ആണ് അല്ലേ. അതായത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സും അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ വേറൊരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സിനോടും അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിളിനോടും സെയിം ആണ്, ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ആണ് നമുക്ക് പറയാം അല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈ 2 വശങ്ങളും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈ 2 സൈഡ്സിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആയിട്ട് വന്നു. സോ നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാം? അക്കോർഡിംഗ് ടു അവർ SAS പ്രിൻസിപ്പിൾ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് ASA പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലേ. ഇതെന്താണ്? ആംഗിൾ സൈഡ് ആംഗിൾ എന്നാണ് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ അല്ലേ. അതായത് 2 ട്രയാങ്കിൾസിന്റെ ഒരു സൈഡ് നമുക്കറിയാം, അതേപോലെ 2 ആംഗിൾ അറിയാം. വേറൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും 2 ആംഗിൾ അറിയാം. ഇതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു സൈഡും ഈ സൈഡും സെയിം ആണ്. ഓൾസോ ഇതിന്റെ ആംഗിൾസും സെയിം ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് പറയാം ഈ 2 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ SSS, SAS, ASA എന്ന് പറഞ്ഞ് 3 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രയാങ്കിൾസിന്റെ ഇക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയായിരുന്നു നമ്മുടെ പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു 4 സൈഡഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ആയിരിക്കും, അതുപോലെ തന്നെ ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ ബൈസെക്ടേഴ്സിന്റെ കേസ് പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു? നമുക്ക് പറയാം ഇനി പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. ഓൾസോ ഇതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ 2 ബൈസെക്ടേഴ്സ് ഇതിന് വരച്ചു. 2 ബൈസെക്ടേഴ്സ് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിലേക്കും ഈ ഒരു പോയിന്റ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കും വരച്ചു കഴിഞ്ഞാൽ ഈ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്നത് അവരുടെ മിഡ് പോയിന്റിലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓൾസോ പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഈ ബൈസെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 ബൈസെക്ടേഴ്സും അല്ല 2 ഡയഗണൽസും ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. എന്നാണ് ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് പരസ്പരം എന്താണ്? നമ്മൾ അതിനെ ഭാഗം ചെയ്യും, 2 ആയിട്ട് ഭാഗം ചെയ്യും, അതായത് ബൈസെക്ട് ചെയ്യും എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചു. അതായത് സമപാർശ്വ ത്രികോണങ്ങൾ. എന്തായിരുന്നു ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്? ഇതുപോലെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് സെയിം ആണെങ്കിൽ 2 sides of a triangle are same എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിന് എന്തെന്ന് പറയാം? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയാം. സമപാർശ്വ ത്രികോണത്തിലെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വേറൊരു ട്രയാങ്കിൾ പരിചയപ്പെട്ടു അല്ലേ. ഇത് നമ്മൾ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇനി 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിലോ? ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്നാണ് നമ്മൾ വിളിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ത്രികോണങ്ങളിലെ പ്രത്യേകത എന്തായിരിക്കും? 3 ആംഗിൾസും സെയിം ആയിരിക്കും. ആ ആംഗിൾ, ഓരോ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും ഓരോ ആംഗിൾ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓൾസോ 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയാൽ ഇത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അഥവാ സമഭുജ ത്രികോണമാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ബൈസെക്ടേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. സമഭാജി, ബൈസെക്ടർ എന്നാണ്
നമ്മൾ പറഞ്ഞില്ലേ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും അല്ലെ, ഒരു സമപാർശ്വ ത്രികോണത്തിൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ നമ്മൾ അതിന്റെ തുല്യ വശങ്ങൾ ഈക്വൽ സൈഡ്സ് ചേരുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ എതിർവശത്തെ എങ്ങനെ സമഭാഗം ചെയ്യും, അതുപോലെ തന്നെ ആ മൂലയിലെ ആംഗിളിനെയും അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായിരുന്നു നമ്മൾ എന്താ ബൈസെക്ടേഴ്സിന്റെ കേസിൽ പഠിച്ചത്. ലൈൻ ബൈസെക്ടർ അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ബൈസെക്ടറും അതുപോലെ തന്നെ ആംഗിൾ ബൈസെക്ടേഴ്സും നമ്മൾ വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു പെർപെൻഡിക്കുലർ ലൈൻ ബൈസെക്ടർ ആണ് അല്ലെ. ഇവിടെ നമ്മൾ ലൈൻ ബൈസെക്ടർ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നേ, നമുക്ക് ഒരു ലൈൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 11 സെന്റിമീറ്ററിലൊക്കെ നമുക്കൊരു ലൈൻ വരച്ച് അതിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, 11 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആ ലൈനിന്റെ ഒരു എൻഡ് പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ പകുതിയിൽ കൂടുതൽ ലെങ്ത് നമ്മുടെ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുക, ഒരു ശാപം, ഒരു ആർക്ക് വരയ്ക്കുക. ആ ലെങ്ത് മാറ്റാതെ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുക, മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ എ ബി എന്നുള്ള ലൈനിന്റെ എന്തായിരിക്കും, ഒരു ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ബൈസെക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, സമഭാജിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആംഗിൾ ബൈസെക്ടർ അല്ലേ. ഇപ്പൊ നമ്മളോട് പറയാണ് ഒരു 22 ഡിഗ്രി ഒക്കെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ് അല്ലേ, നമ്മുടെ എന്താണ് പ്രൊട്രാക്ടറിൽ അത് മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഇരട്ടി എടുക്കും, അതിന്റെ ഡബിൾ നമ്മൾ എടുത്തിട്ട് ശേഷം നമ്മൾ അതിനെ ബൈസെക്ട് ചെയ്യും. ആ ആംഗിളിൽ നമ്മൾ ബൈസെക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്, ഈ ആംഗിളിൽ നമുക്ക് എന്ത് വേണം, ഒരു ബൈസെക്ടർ വേണം അല്ലേ. അപ്പൊ ആ ആംഗിളിന് ബൈസെക്ടർ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ആംഗിൾ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്, അത് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, ഒരു ആംഗിൾ വരച്ചു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്കും താഴേക്കും ആർക്കുകൾ വരച്ച് ഒരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആയില്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈക്വൽ ട്രയാങ്കിൾസിൽ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആരും ഇതൊന്നും മറന്നു പോകരുത്, എല്ലാവരും ഒരു റിവിഷൻ പോലെ ഈ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ എക്സാമിന് തകർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും ഈ കൺസെപ്റ്റ്സ് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈക്വൽ ട്രയാങ്കിൾസ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കുക. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഈസിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അറിയാത്ത ആള് ആരാണോ, അൺനോൺ വാല്യൂ എന്താണോ അത് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഇക്വേഷൻസ് നമ്മൾ എഴുതി ഉണ്ടാക്കും, ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തും. സോ നമുക്ക് അറിയാത്ത ആളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ് ആക്കി എടുക്കും. ഓക്കെ, അറിയാത്ത ആള് എക്സ് ആണ്. ഇനി ആ എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളെനെ നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ ആക്കി എടുത്ത് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അവസാനം നമ്മൾ സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. 2 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്പറിനെ എക്സും അടുത്ത നമ്പറിനെ x+2 ആക്കി എടുക്കും. മൂന്നാമതൊരു നമ്പർ കൂടെ ഉണ്ടെങ്കിൽ അത് x+4 ആയി മാറും. ഓക്കെ, ഇനി 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ അതും ഒരു സംഖ്യ എക്സും അടുത്ത നമ്പർ x+2 ആയിരിക്കും. അടുത്തത് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ, ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്കിയിട്ട് എടുക്കും, അതിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ 1/x ആക്കി എടുക്കും. ഓക്കെ, പിന്നെ എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ, അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്, അടുത്ത നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, x² ആയിരിക്കും. ഓക്കെ, 2 numbers with sum 10, ഏതോ രണ്ട് നമ്പർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 ആണ് കിട്ടിയതെങ്കിൽ അതിൽ ഒരു നമ്പർ എന്തായിരിക്കും, x ആയിരിക്കും, അടുത്ത നമ്പർ എന്തായിരിക്കും, 10 - x ആയിരിക്കും. ഓക്കെ, പിന്നീട് 2 numbers with difference 10, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണെങ്കിൽ അതിൽ ഒരു നമ്പർ എന്തായിരിക്കും, x ആയിരിക്കും, അടുത്ത നമ്പർ 10 + x ആയിരിക്കും. അടുത്തത് 2 numbers with product 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എന്തായിരിക്കും, x ആയിരിക്കും, അടുത്ത നമ്പർ 10/x ആയിരിക്കും. അപ്പോൾ 10 മാറ്റിയിട്ട് അവിടെ സമ്മും ഡിഫറൻസും ഒക്കെ വേറെ ഏത് സംഖ്യകൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തുക. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളൂ. ഇനി ഏറ്റവും എളുപ്പത്തിൽ പറയാന്നുണ്ടെങ്കിൽ എക്സിനോട് 1 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x+1 ആണ്, എക്സിൽ നിന്നും 1 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-1 ആണ്. ഇനി 2 മടങ്ങ് എക്സിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്,
അതേപോലെ തന്നെ എക്സിന്റെ 4/1 ഭാഗം അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 4/1 4/1 ഭാഗം 1/4 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/4 ഇൻറ്റു എക്സ് ആണ്. സോ ഈ ഒരു 4 എക്സാമ്പിൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ നോക്കൂ, 5 added to 3 times a number equals 3 subtracted from 5 times that number. What is that number എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സംഖ്യയുടെ 3 ഇരട്ടിയോട് 3 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യ ഏതാണ് എന്ന് നമുക്ക് അറിയില്ല. സോ നമ്മൾ ആ സംഖ്യയെ എക്സ് എന്ന് എടുത്തു, അതിന്റെ 3 ഇരട്ടിയാണ്, സോ 3x ആക്കി എടുത്തു. അതിനോട് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, 5 ആഡ് ചെയ്യുന്നു. സോ എന്ത് വരും, 3x + 5 വരും. ഓക്കെ, ഇത് എന്തിനോട് ഈക്വൽ ആണ്, ഈക്വൽ ടു സിമ്പൽ ഇട്ടു. 3 സബ്ട്രാക്റ്റഡ് ഫ്രം, എന്തിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, -3. എന്തിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്, 5 ടൈംസ് ദാറ്റ് നമ്പർ, ആ നമ്പറിന്റെ 5 മടങ്ങിനോട്. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ 5 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x. ഇക്വേഷൻ കിട്ടിയല്ലോ. ഇതുപോലെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഇക്വേഷൻ കണ്ടെത്തുന്നത്. ഇനി ഇത് സോൾവ് ചെയ്യണം. എന്ത് ചെയ്യാം, എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റുന്നു, എക്സ് ഇല്ലാത്ത ടേംസ് ഒക്കെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പൊ എന്തായി, -2x is equal to -8 എന്ന് വരും. x is equal to -8 by -2, that is +4 എന്ന് വരും. സിമ്പിൾ അല്ലേ? ഇത്രയും ബേസിക് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മുടെ പോളിഗൺസ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ ആണ് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് 3 or more സൈഡ്സ്. 3ഓ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് നമ്മൾ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ്, n-2 × 180 ഡിഗ്രി ആണ് സം ഓഫ് angles കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. So the sum of angles of an n-sided polygon is n-2 × 180. n വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, n-2 × 180 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഹിയർ n is the number of sides. n എന്ന് പറയുന്നത് എന്താണ്, വശങ്ങളുടെ എണ്ണമാണ്. സോ വശങ്ങളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ആ n-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, n-ന്റെ സ്ഥാനത്ത് ആ വശങ്ങളുടെ എണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഒരു ഈ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും 180യുടെ മൾട്ടിപ്പിൾ ആണെന്നുള്ള കാര്യം. ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. ഏതൊരു ബഹുഭുജത്തിൻ്റെയും കോണുകളുടെ തുക എന്ന് പറയുന്നത് 180ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 180ന്റെ ഗുണിതമായിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ തന്നെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ 180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക എന്ന് പറയുന്നത് 180ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ള ആ ഒരു റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ആൻഡ് ഓൾസോ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും കാര്യം അല്ലേ. നമ്പർ ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ടർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അകം കോണുകളുടെ എണ്ണവും പുറം കോണുകളുടെ എണ്ണവും ഏത് പോളിഗൺ എടുത്താലും ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ സം ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ ഓഫ് ഈച്ച് വെർട്ടെക്സ് ഓഫ് എ പോളിഗൺ ഈസ് 180 ഡിഗ്രി. ഓരോ വെർട്ടെക്സിലും നമുക്കറിയാം ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ സമ്മ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ബിക്കോസ് ദേ ആർ ലീനിയർ പെയേഴ്സ്. അത് രേഖീയ ജോഡി ആയതുകൊണ്ട് തന്നെ ആ ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സമ്മ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ആണ്. ഇറ്റ് ഈസ് എ ലീനിയർ പെയർ ഫോംഡ് ബൈ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് എനി പോളിഗൺ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ എന്താണ്, ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ മൂലയിലെയും അകം കോണും പുറം കോണും രേഖീയ ജോഡിയാണ്. അവയുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയും ആയിരിക്കും. പിന്നെ എന്താണ്, ഇന്നർ ആംഗിൾ, ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ എണ്ണവും പുറം കോണുകളുടെ എണ്ണവും എപ്പോഴും എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ, ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എടുത്താൽ അത് എത്രയാണ്,
360 ഡിഗ്രി ആണ്, 360 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? യെസ്, പുറം കോണുകളുടെ തുക ഏതൊരു പോളിഗൺ, എത്ര സൈഡുള്ള പോളിഗൺ ആണെങ്കിലും ആ പുറം കോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ്. ഓൾസോ ഇനിയുള്ളത് റെഗുലർ പോളിഗൺ എന്താണെന്നാണ്. ലാസ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് റെഗുലർ പോളിഗൺ അല്ലേ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമബഹുഭുജം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. എല്ലാ സൈഡ്സും, ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അത്തരം പോളിഗൺസിനെ, അത്തരം ബഹുഭുജങ്ങളെയാണ് നമ്മൾ പറയുക എന്തെന്ന്? റെഗുലർ പോളിഗൺസ് അഥവാ സമബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ഒരേ ഒരു കാര്യമുള്ളൂ, വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും, വശങ്ങളും കോണുകളും എല്ലാം ഈക്വൽ ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ, റെഗുലർ പോളിഗണിൻ്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സം ഓഫ് ആംഗിൾസ് ആണ്. ആ കോണുകളുടെ മൊത്തത്തിലുള്ള തുക കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആംഗിളും എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സം ഓഫ് ആംഗിൾസിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം എന്താ? നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം ഒരു റെഗുലർ പോളിഗണിൽ. സോ സം ഓഫ് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ, കോണുകളുടെ തുക കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്താൽ മതി? വശങ്ങളുടെ എണ്ണം കൊണ്ട്, നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആംഗിളും, ആ റെഗുലർ പോളിഗണിലെ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾസോ നമ്മളോട് ചോദിക്കുകയാണ് നമ്പർ ഓഫ് സൈഡ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ, നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഒന്നുമില്ല, ഈ സം ഓഫ് ആംഗിൾസിനെ, ഈ കോണുകളുടെ തുകയെ തന്നെ ഈച്ച് ആംഗിൾ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഓരോ ആംഗിളും ഇല്ലേ റെഗുലർ പോളിഗണിലെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. സോ എന്ത് ചെയ്യണം? ആ ഓരോ ആംഗിൾ കൊണ്ടും സം ഓഫ് ആംഗിൾസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വശങ്ങളുടെ എണ്ണം കിട്ടും, നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഈ റെഗുലർ പോളിഗൺസിൽ നിന്ന് തന്നെ നെക്സ്റ്റ് നമ്മളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്പർ ഓഫ് സൈഡ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ആംഗിളിനെ അല്ലേ, കോണുകളുടെ തുകയെ ഓരോ ആംഗിൾ കൊണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ പഠിച്ചു ഇന്നർ ആംഗിൾ മാത്രമാണോ ഉള്ളത്, അതിന് ഔട്ടർ ആംഗിളും ഉണ്ട് അല്ലേ? ഇന്നർ ആംഗിളും ഉണ്ട്, ഔട്ടർ ആംഗിളും ഉണ്ട്. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിളും ഉണ്ട്, സം ഓഫ് ഇന്നർ ആംഗിളും ഉണ്ട്. അപ്പോൾ വശങ്ങളുടെ എണ്ണം എടുത്ത് ക്വസ്റ്റിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ഇന്നർ ആംഗിളിൻ്റെ സം ആണോ ഔട്ടർ ആംഗിൾസിൻ്റെ സം ആണോ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ ആണോ ഒരു ഔട്ടർ ആംഗിൾ ആണോ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, ഒരു ഇന്നർ ആംഗിൾ ആണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ ഇന്നർ ആംഗിളിൻ്റെ സമ്മിനെ, ഓക്കെ, കോണുകളുടെ തുകയെ വേണം ആ ഓരോ ഇന്നർ ആംഗിൾ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം കിട്ടുക. ഇനി നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്, ഒരു ഔട്ടർ ആംഗിൾ ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഔട്ടർ ആംഗിൾസിന്റെ സമ്മിനെ, ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഏതൊരു പോളിഗണിന്റെയും 360 ആണ്. സോ ഈ ഒരു 360നെ ഓരോ ഔട്ടർ ആംഗിൾ കൊണ്ടും ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? വശങ്ങളുടെ എണ്ണം കിട്ടും, നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മക്കൾക്കാർക്കും ഒരു മാർക്ക് പോലും പോവില്ല, മിസ്സിന്റെ വാക്കാണ്. നമുക്കറിയാം നമ്മുടെ 8ാം ക്ലാസ്സിൽ നമുക്ക് എന്താണ് 4 ചാപ്റ്റേഴ്സ് ആണ് ഓണിന് എക്സാമിനുള്ളത്. അതിൽ തന്നെ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ കാണാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഐഡന്റിറ്റീസ് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് എക്സാമിന് വരില്ല എന്നൊക്കെയാണ് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ എന്താണ് കലണ്ടർ മാത്സും അതുപോലെ നമ്പർ പാറ്റേണും, ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന്, നമുക്ക് അടുത്തൊരു എക്സാം ഒക്കെ ആകുമ്പോൾ ഐഡന്റിറ്റീസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാമിന്, ഈ ഫസ്റ്റ് ടേം എക്സാമിന് നിങ്ങൾക്ക് വരുന്ന കലണ്ടർ മാത്സും അതുപോലെ നമ്പർ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സും വൈ ഒക്കെ ഉപയോഗിച്ചിട്ട് സമവാക്യങ്ങൾ, ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ നമ്പർ പാറ്റേണും അതുപോലെ കലണ്ടർ മാത്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ നമ്മൾ എന്താണ് ഇക്വേഷൻസ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ ഐഡന്റിറ്റീസ് ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നും ഫുൾ മാർക്ക്, അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫുൾ മാർക്കോടെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്വേഷൻസ് അടിപൊളിയായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഐഡന്റിറ്റീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഓണം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിന്റെ ബേസിസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് നമ്മുടെ ഓണം എക്സാം തകർത്തെഴുതാം. നമുക്ക് ഓണം അടിച്ചു പൊളിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.